കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം. ഇതിൻ്റെ അടിയിൽ മോട്ടർ ആട്ടോ. ഇത് കുത്തിയേക്കാണ്, ഓൺ ചെയ്യണം. കണ്ടാ കണ്ടോ ഗൈസ്. ഹായ് ഗൈസ്, നിങ്ങൾ തുടക്കത്തിൽ എന്നെ കണ്ടിട്ടുണ്ടാവും ഈ ഫാൻ ഉണ്ടാക്കിയത്, ഞാൻ പേപ്പർ ഫാൻ. അപ്പം അതിങ്ങനെ നമുക്ക് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് വന്നാൽ നമുക്ക് എല്ലാവരും ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് പോയാലോ. അതാ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതാ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഗൈസ് എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ കടയിൽ ഉണ്ടാക്കി വെച്ചൊക്കെയാണ് ഫസ്റ്റ് അവളി ഇത് തുറന്ന് വെക്കണം. അതിന് ഈ ബാഗ് ഉണ്ടെങ്കിൽ ആ സാധനം വേണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ചെയ്യണേന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ പേപ്പർ മാറ്റാം. ഫസ്റ്റ് മോട്ടർ കൂരാം. ബാറ്ററി ഒരു സ്ഥലത്ത് വയ്ക്കാം. പിന്നെ കണക്ട് ചെയ്തേക്കണ വീതം കണ്ടോ നിങ്ങൾ. ഈ സാധനത്തിൽ കണക്ട് ചെയ്യുക, ഒരെണ്ണത്തിൽ ബോട്ടിൽ അടിക്കുക, ഒരെണ്ണത്തിൽ സ്വിച്ചിൽ കണക്ട് ചെയ്യുക. എക്സ്ട്രാ വയർ കേട്ടോ. എക്സ്ട്രാ വയർ നേരെ ഈ ബോട്ടിൽ കൊടുക്കുക. ഇത് കണ്ട ഈ സാധനം വേണം. ഈ സാധനം ഈ ബോട്ടറിൽ ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് എക്സ്ട്രാ വയർ ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ ആ ബോട്ടറിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം എത്ര ഉള്ളൂ. അപ്പം സ്വിച്ച് ഇങ്ങനെ തുളച്ചാട്ട് വെച്ചേക്കണേ. ഇങ്ങനെ കാർബോർഡ് കീറി, സീസർസും കൊണ്ട് കാർബോർഡ് കീറി, പിന്നെ ഇതുകൊണ്ട് ഇങ്ങനെ ഇത് കീറി ഇതായിട്ട് വെച്ചേക്കണേ. ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ കണ്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇതും ഹോൾ തന്നെയാണ് വെച്ചേക്കണത്. കണ്ടാ തിരിച്ചെടുത്ത് വയ്ക്കാം. കണ്ടോ ഗൈസ്, ഞങ്ങൾക്കിത് അതിനകത്തോട്ട് കണക്ട് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തേക്കണേ എനിക്ക് അറിയില്ലെങ്കിൽ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഗൈസ് നമ്മളെല്ലാം റിമൂവ് ചെയ്തു. ഫസ്റ്റ് ഇതുപോലെ ഇവിടെ ഹോൾഡാ, സ്വിച്ച് വയ്ക്കാൻ പറ്റുന്നത് എവിടെ ഹോൾഡാ, മോട്ടർ വയ്ക്കാൻ പറ്റുന്ന എവിടെ ഹോൾഡാ. എനിക്ക് ഏതൊരു കാർബോർഡ് പീസ് മതി കേട്ടോ. പിന്നെ തുറക്കാൻ സാധനം എടുത്ത് വെച്ചിട്ട് ഈ മോട്ടർ എടുക്കാം. മോട്ടർ എവിടെയായിട്ട് കണക്ട് ചെയ്യണം കാണിച്ചു തരാം. മോട്ടർ എവിടെ കണക്ട് ചെയ്യണം. മോട്ടർ അവിടെ കണക്ട് ചെയ്യണം. സ്വിച്ച് അവിടെ കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എവിടെ നിന്ന് വേണം കണക്ട് ചെയ്യാൻ. കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇത് വർക്ക് ആവണമെങ്കിൽ എക്സ്ട്രാ സ്വിച്ച് എടുക്കണം. ഇത് പണി ഓടിക്കാലോ. ഫസ്റ്റ് അവൾ ഈ സ്വിച്ച് ഒഴിക്കാം. ഇത് എവിടെ കണക്ട് ചെയ്യാം, എവിടെ അറിയില്ല എവിടെയാണ്. നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓണായിരിക്കും താഴെയാണ് അർത്ഥം. കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പം കണക്ട് ചെയ്ത് ഓടിക്കാം. ഇതാണ് കേട്ടോ, ഈ താഴെ ഇതാണ്. ഇതൊക്കെ കണക്ട് ചെയ്യാം. എങ്ങനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഫാദറിൻ്റെ ഹെൽപ്പ് മതി, അല്ലെങ്കിൽ മദറിൻ്റെ ഹെൽപ്പ് മതിയേ.
എനിക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റും. അതാരാ വയ്ക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. One switch are connected. അടുത്ത് കണക്ട് ചെയ്യുക. അടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ വിചാരിക്കണം ഈ സെയിം പോലെ ഇങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പാടില്ല, അപ്പോൾ വർക്ക് ആവില്ല. നെക്സ്റ്റ് ഈ സാധനം എടുക്കാം. ഈ ബ്ലാക്കിനകത്ത് കുത്താം. ബ്ലാക്കിനകത്ത് ബോളിൽ കുത്താം. ബ്ലാക്ക് ബോളിലോട്ട് കണക്ട് ചെയ്യുക. ഏത് സ്വിച്ചിന് ഹോൾ ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇല്ലായിരിക്കും. അതാരം നോക്കാം. ആർക്കൊക്കെ ഉണ്ട് നമുക്ക് കമൻറ്റ് ചെയ്യണേ. ആർക്കൊക്കെ സ്വിച്ചിന് ഹോൾ ഉണ്ട് ഈ സ്റ്റീലപ്പോൾ. അപ്പോൾ നമുക്ക് ഹോളുണ്ട്, അത് നമ്മൾ ചെയ്തോണ്ടിരിക്കുക. നമ്മൾ ഈ ഹോളിൽ കൂടെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് പടി എന്താണ് ചോദിച്ചാൽ ഇതാ. ഇതിപ്പോൾ വീഴൂല. നെക്സ്റ്റ് പടി ഇതൊക്കെ കൂടെ കണക്ട് ചെയ്ത് അറിയാം. ഈ റെഡ്, ഇത് പ്ലസ്, ഇത് മൈനസ്. ഓക്കെ, ഇത് നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം. ഈ ബോർഡറിലോട്ട് ഏതെങ്കിലും സൈഡ് കണക്ട് ചെയ്തു. അതെ, ഇഷ്ടമുള്ള സൈഡ് കണക്ട് ചെയ്യേ. ഏതെങ്കിലും സൈഡ് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ റൈറ്റ് സൈഡാണ് കണക്ട്. അതറിയാൻ പറ്റില്ല ഈ സൈഡാണ് കണക്ട് ചെയ്യണത്. ഈ സ്ഥലത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അടുത്തെന്താ ചോദിച്ചാൽ നേരത്തെ നമ്മൾ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തില്ലേ ഈ വയറ്, ഇത് നമുക്ക് ഈ മോട്ടറിലോട്ട് കുത്തി കൊടുക്കാം. സ്വിച്ച് ചെയ്ത് പോകുന്നത് ഗൈസ്, അത് ഞാൻ കണ്ടില്ല. എനിക്ക് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ആയിട്ട് പാടാണ് ഗൈസ്. ഇത് വലുതായിരിക്കണം. കണക്ട് ചെയ്യാൻ പാടാം. ഇയാൾക്ക് ഇത് കയറ്റാൻ വരാത്തോട്ട് കയറ്റിയിട്ട് ഗൈസ്. വേറൊരു വയർ എടുത്തോണ്ട് വരാം. ഇത് പറ്റൂല, വേറൊരു വയർ എടുത്തോണ്ട് വരാം. അപ്പൊ ഗൈസ് നമ്മൾ വേറെ വയർ എടുത്തിട്ട് നമുക്ക് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാം. നേരത്തെ കണക്ട് ചെയ്ത പോലെ. വെയിറ്റ് ഗൈസ്, നമ്മൾ കണക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. കണക്ട് ചെയ്ത് ഗൈസ്. അപ്പത്തേക്ക് ഈ വയർ വഴിയാവും. റിമൂവ് ചെയ്യണ്ട, ഇത് നമ്മൾക്ക് കണക്ട് ചെയ്തേക്കാം. എനിക്ക് മോട്ടർ നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഒക്കെ കണക്ട് ചെയ്യാം സ്വിച്ചിലോട്ട്. കണക്ട് ചെയ്ത് റൗട്ടുണ്ടെങ്കിൽ ഇത് കറക്കിയാൽ മതി. ഇതെനിക്ക് തോന്നണം. കറക്കുമ്പോൾ ഇത് കണക്റ്റ് ആവും. ഇതെനിക്ക് തോന്നുന്നു. ഒന്നുമില്ല ഗൈസ്, വെറുതെ നിങ്ങളെ വെറുതെ ഷോ കാണിച്ചറിയാം. കുഴപ്പമില്ല, സൂപ്പറല്ലേ. ഞങ്ങൾക്കിത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബോർഡർ എല്ലാവരും കണക്റ്റ് ആയി ഗൈസ്. ഞങ്ങൾക്ക് ടെസ്റ്റ്മെൻ്റ് ഇല്ല. ഈ സാറ് ഇതിനകത്തോട്ട് കയറ്റണ്ടേ, നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കാം. അച്ഛൻ വരെ കയറ്റണോട്ടോ. അപ്പോൾ നമ്മൾ കയറ്റിയിട്ട് ഞങ്ങൾക്ക് ബാറ്ററി വയ്ക്കണം. ഭർത്താവില്ലോ ഗൈസ്, ഞങ്ങൾക്ക് ബാറ്ററി പ്ലഗ് ചെയ്യാം.
വരുന്നുണ്ടോ? സ്വിച്ച് ഓഫാണ്, ഓടിലാണ്. ഓഫിലാണ് തട്ടണം പിന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് 9 വോൾട്ടിൻ്റെയാണ്, ചിലപ്പോൾ കണ്ടേക്കും. നോക്കാം, കണ്ണടിക്കൂല, വെറുതെ പറയുകയാണ്. 9 വോൾട്ടിൻ്റെ അല്ലേ, വേറെ കുറേ വോൾട്ട് അടിക്കും കണ്ണടിക്കും. ഒരു വെയിറ്റ്, ഒരു സാധനമൊക്കെ ഉണ്ട്. നമുക്ക് ഓൺ ചെയ്ത് നോക്കിയാലോ? സ്വിച്ച് സെറ്റായി, ഓൺ ചെയ്യാം. ബാറ്ററിയുടെ ഈ വയർ ഊരിപ്പോയി. നമ്മൾ കണക്ട് ചെയ്തിട്ടായിരുന്നില്ല, അത് കറക്റ്റ് ആണ്. ഞങ്ങൾക്കിത് കണക്ട് ചെയ്യട്ടെ. റൊട്ടേറ്റ് ചെയ്ത് കണക്ട് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. മോട്ടർ അത്യാവശ്യം കണക്ട് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഒരു പേപ്പർ കൂടി എടുക്കാം, പേപ്പർ കൂടി. പിന്നെ അതിൻ്റെ മുന്നിൽ കുഞ്ഞ് ഹോൾ ഇട്ട് വയ്ക്കാം. അവിടെ കുഞ്ഞ് ഹോൾ ഇട്ട് വെച്ചിട്ട് എനിക്കത് അടയ്ക്കാൻ സ്വിച്ച് മതിയാക്കി വയ്ക്കാം. സ്വിച്ച് ചെറുതായിട്ടത് ഊരിപ്പോയാണ്, സ്വിച്ച് മതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഈ ഹോളിലുണ്ട്, ഹോളി ആ മോട്ടറിൻ്റെ ഉള്ളിലോട്ട് കെട്ടി വയ്ക്കാം. ഏത് മോട്ടർ ആയാലും കുഴപ്പമില്ല, പക്ഷെ ഹോം മെയ്ഡ് ഉണ്ടാക്കാൻ പാടില്ല. കടയിൽ പോയി വാങ്ങിക്കണം മോട്ടർ. നിങ്ങൾ മോട്ടർ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ മോട്ടർ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഉണ്ടാക്കേ. കണ്ടിട്ട് റെഡി, സ്റ്റാർട്ട്. ഭയങ്കര സ്പീഡായിട്ട് കണ്ട. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് ഗൈസ്, ഇതിന്റെ പേരാണ് പേപ്പർ ഫാൻ. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ? പേപ്പർ ഫാൻ സൂപ്പർ അല്ലേ? ഓക്കെ, നിങ്ങൾ കമന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പിന്നെ കമന്റും ചെയ്യണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം, വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമന്റും ചെയ്താൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പ്ലേ ബട്ടൺ തരുന്നതായിരിക്കും. സിൽവർ ആയാലും ഗോൾഡൻ ആയാലും ഡയമണ്ട് പ്ലേ ബട്ടൺ തരും. ഓക്കെ, വെയിറ്റ് ഗൈസ്. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് തുറക്കാം. അപ്പൊ ഇതിന്റെ പേരാണ് പേപ്പർ ഫാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ആർക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയൊക്കെ പേര് വരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരുടെയൊക്കെ എനിക്ക് പേര് കിട്ടും. അതാണ് ഞാൻ ആരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ എനിക്ക് പ്ലേ ബട്ടൺ ആർക്കെങ്കിലും ഞാൻ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. അഡ്രസ്സും എനിക്ക് കിട്ടും. അല്ല സോറി, അഡ്രസ്സ് കിട്ടൂല എനിക്ക്. ഞാൻ ആർക്കെങ്കിലും ഞാൻ അഡ്രസ്സ് കിട്ടിയില്ല, സോറി. ഞാൻ ആർക്കെങ്കിലും ഈ പ്ലേ ബട്ടൺ അയച്ചു തരുന്നതായിരിക്കും. പ്ലേ ബട്ടൺ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പ്ലേ ബട്ടൺ വരുള്ളൂ. ഇതൊക്കെ ഒരു മിനിറ്റ് ഗൈസ്. ഒരു കാര്യം കൂടെ പറ്റൂല. റെഡി, സൂപ്പർ ഗൈസ്.